ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ ഇനിയും ഫലപ്രദമായ സർക്കാർ ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ദേശീയപാത സംരക്ഷണ സമിതി ശക്തമായ തുടർ പ്രക്ഷോഭത്തിന് തീരുമാനം കൈക്കൊണ്ടു. ഇതിന്റെ ഭാഗമായി അടുത്ത മാസം 14-ന് വമ്പിച്ച ബഹുജന പിന്തുണയിൽ അടിമാലിയിൽ സത്യാഗ്രഹ സമരം നടത്തും. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെ അടക്കം പങ്കെടുപ്പിച്ച ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആനച്ചാലിൽ ചേർന്ന യോഗത്തിലാണ് തുടർ പ്രക്ഷോഭത്തിൽ തീരുമാനം കൈക്കൊണ്ടത്. ദേശീയപാത 85 നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട് മാസങ്ങൾ കഴിയുകയാണ്. നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ട ശേഷം നടന്ന കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷവും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ടുപോക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതി ശക്തമായ തുടർ പ്രക്ഷോഭത്തിന് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി അടുത്ത മാസം 14-ന് വമ്പിച്ച ബഹുജന പിന്തുണയിൽ അടിമാലിയിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് സമിതി ഭാരവാഹികൾ പറഞ്ഞു. അടുത്തു വരുന്ന 14-ാം തീയതി, അതായത് ഫെബ്രുവരി മാസം 14-ാം തീയതി ഇതിനോടകം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സത്യാഗ്രഹ സമരം, ആയിരങ്ങൾ പങ്കെടുക്കുന്ന സത്യാഗ്രഹ സമരം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ത്രിതല പഞ്ചായത്ത് നേതാക്കളുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും പഞ്ചായത്ത് അംഗങ്ങളടക്കം ഗ്രാമസഭകളിൽ നിന്ന് എത്തിച്ചേരുന്ന പഞ്ചായത്തിൻ്റെ വിവിധ വിഭാഗം ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സത്യാഗ്രഹ സമരം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെ അടക്കം പങ്കെടുപ്പിച്ച് ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആനച്ചാലിൽ ചേർന്ന യോഗത്തിലാണ് തുടർ പ്രക്ഷോഭത്തിൽ തീരുമാനം കൈക്കൊണ്ടത്. പ്രശ്നപരിഹാരം കാണുന്നില്ലെങ്കിൽ ശക്തമായ ഇതര സമര പരിപാടികളിലേക്കും സമിതി കടന്നേക്കുമെന്നാണ് വിവരം. വിഷയത്തിൽ സഹകരിക്കുന്ന എല്ലാവരുടെയും പിന്തുണ ദേശീയപാത സംരക്ഷണ സമിതി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സമരങ്ങൾക്ക് വലിയ ബഹുജന പിന്തുണ ഉറപ്പാക്കാനാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ നീക്കം. ഇതിനായി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വലിയ പ്രചാരണം നടത്തും. 14-ലെ സത്യാഗ്രഹ സമരം വമ്പിച്ച ബഹുജന സമരമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ദേശീയപാത സംരക്ഷണ സമിതി നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.